അനുമോളും പ്രവീണും കൂടെ കുറേ സമയമായിട്ട് ലൈവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കിച്ചണിൽ വെച്ച് അനുമോൾ ഒരു ബെർത്ത് സ്റ്റോൺ എടുത്തിട്ട് ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞിട്ട് ആ മൈക്കിൻ്റെ ബാഗിലിട്ടിരുന്നു. പക്ഷേ അനുമോൾ ഇപ്പോൾ അത് നോക്കിയിട്ട് കാണുന്നില്ല. അങ്ങനെ അതിങ്ങനെ പ്രവീണിനോട് പറയാനിടാ, എൻ്റെ ഒരു ബെർത്ത് സ്റ്റോൺ കാണുന്നില്ലടാ. അപ്പം പ്രവീൺ ചോദിക്കുന്നുണ്ട്, സ്വർണ്ണമാണോ? അല്ലടാ, എൻ്റെ ബെർത്ത് സ്റ്റോൺ അത് ഞാൻ കിച്ചണിൽ വെച്ചിട്ട് ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് ഇതിനകത്ത് ഇട്ടിരുന്നതാണ്. ഇപ്പോൾ അത് നോക്കിയിട്ട് കാണുന്നില്ല. അത് അവിടെ എവിടെയെങ്കിലും കാണുന്നു, നല്ലോണം ശ്രദ്ധിച്ച് നോക്ക്. അപ്പം ആ ബാഗിനകത്ത് കാണും, ഒന്നുകൂടെ നോക്കെന്ന് പറയുന്നുണ്ട്. അനുമോൾ അതിനകത്തെല്ലാം നോക്കിയത് കാണുന്നില്ല. അനുമോൾ ആകെ പരിഭ്രാന്തിയായ കണക്ക് ഭയങ്കര ടെൻഷനിൽ. ബെർത്ത് സ്റ്റോൺ ആണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നെല്ലാം ചെക്ക് ചെയ്തിട്ട് കിട്ടാഞ്ഞ് പ്രവീണും പറയുന്നുണ്ട്, കിച്ചണിൽ പോയി നോക്ക്, നീ അവിടെ കാണാൻ വെച്ച് കാണുമായിരിക്കും. അല്ലടാ, ഞാൻ കിച്ചണിൽ വെച്ച് ഇത് ഊരി ടിഷ്യൂ പേപ്പറിനകത്താക്കിയിട്ടാണ് ഇതിൽ വെച്ചത്. പക്ഷേ ഇപ്പോൾ അതിനകത്ത് നോക്കിയിട്ട് കാണുന്നില്ലടാ. എന്നിട്ട് അനുമോൾ ഒരുപാട് സമയം ഇങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. നേരെ കിച്ചണിലൊക്കെ പോയിട്ട് റൗണ്ട് അടിച്ചിട്ട് വരാന്തയിലെല്ലാം പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കുവാണ്. കിച്ചണിൽ വെച്ച് ഞാൻ ചപ്പാത്തി പരത്തിയിട്ട് ഇതിനകത്താണ് ഞാൻ വെച്ചിരുന്നതെന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. നീ ഡാൻസ് കളിക്കാൻ പോയപ്പം എടുത്തായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ വീണ് കാണുമെന്ന് പ്രവീൺ പറയുന്നുണ്ട്. അപ്പം അനുമോൾ പറയാം, അല്ല, ഡാൻസ് കളിക്കാൻ പോയപ്പോൾ ഞാൻ ഇതിനകത്ത് ഊരി വെച്ചിരുന്നതല്ലേ, എന്നിട്ടാണ് ഡാൻസ് കളിക്കാൻ പോയത്. അനുമോൾ നോക്കി വരാന്തയുടെ അവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ടും കിട്ടുന്നില്ല. അവിടെ ഊഞ്ഞാലിൽ നമ്മുടെ ഷാനവാസും അബിയും സാബുമാനും എല്ലാവരോടും ഒന്ന് സംസാരിക്കുമായിരുന്നു. അപ്പോൾ അവരോട് വന്നിട്ട് പറയുകയാണ്, എൻ്റെ ഒരു റിങ് കാണുന്നില്ല. അപ്പോൾ പറഞ്ഞ്, നീ അല്ലെങ്കിലും അവിടെ ഇവിടെയൊക്കെ ഇട്ടുന്ന എത്ര പ്രാവശ്യമാണ് ഞാൻ എടുത്ത് തന്നേക്കുന്നത്, ഇതൊക്കെ സൂക്ഷിക്കുന്ന സാധനമല്ലെന്ന് ഷാനവാസ് വഴക്ക് പറയുന്നുണ്ട്. എന്നിട്ട് ജിഷിൻ പറയുന്നുണ്ട്, ഇവിടെ ബിഗ് ബോസ് പ്രത്യേകം പറഞ്ഞു, നിങ്ങളുടെ സാധനങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെ ആണെന്ന് പറയുന്നുണ്ട്. നീ എന്താ അത് സൂക്ഷിക്കാനെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും വഴക്ക് പറയുന്നുണ്ട് അനുമോളെ. എന്നിട്ട് നമ്മുടെ അഭിലാഷിൻ്റെ ദേഷ്യം വരുന്നുണ്ട്, ചോദിക്കുന്നത്, നീ എവിടെ അടി വെച്ചിരുന്നത്? അന്നേരം ടിഷ്യൂ പേപ്പർ എവിടെയാണ് വെച്ചിരുന്നതെന്നാണ് ചോദിക്കുന്നത്. അന്നേരം പറഞ്ഞാണ്ട് ഇതിനകത്താണ് വെച്ചിരുന്നതെന്ന് പറഞ്ഞിട്ട് ആ ക്യാമറയുടെ ഇത് കാണിക്കുന്നുണ്ട്. അതിനകത്ത് നോക്ക് എന്ന് പറയുന്നുണ്ട് അഭിലാഷ്. പുറത്തെല്ലാം നോക്കിയിട്ട് വീണ്ടും തിരിച്ച് ഹൗസിനകത്തേക്ക് കയറിയിരിക്കുകയാണ് അനുമോള്.